CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ കോൺഗ്രസ് നേതാവ് MM ഹസൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. MM ഹസനിലേക്ക് കൂടി പോകും. സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും മറ്റ് 13 ജില്ലാ തലസ്ഥാനങ്ങളിലും UDFന്റെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സംഗമങ്ങൾ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ സമരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ CPM BJP നെക്സസ്. ആ അന്തർധാരയ്ക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് PV അൻവറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ADGP BJPയുടെ 2 പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അൻവറല്ല, പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അക്കമിട്ട് നിരത്തി ഞങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ കക്ഷിയിലെ CPMന്റെ ഒരു സ്വതന്ത്ര MLA അൻവർ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തമായ പ്രക്ഷോഭണം ഇപ്പൊ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ 24-ാം തീയതി കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. അതിനു മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പന്തംകൊളുത്തി പ്രകടനം നടത്തി. മുസ്ലിം ലീഗും അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും അവരുടേതായ നിരവധി പ്രക്ഷോഭ പരിപാടികൾ നടത്തി. ആ പ്രക്ഷോഭ പരിപാടികളെല്ലാം സംയുക്തമായി UDFന്റെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്നലത്തെ UDF ഓൺലൈൻ മീറ്റിംഗിന്റെ കക്ഷി നേതാക്കളുടെ തീരുമാനം. 8-ാം തീയതിയിലെ പ്രക്ഷോഭത്തിന് ശേഷം നിയമസഭ 4-ാം തീയതി ആരംഭിക്കുകയാണ്. ഞങ്ങൾ UDFന്റെ ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി തുടർ സമര പരിപാടികൾ തീരുമാനിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. UDFന്റെ ലൈനിലേക്കായിരിക്കില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഈ പാർട്ടിയെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിതൃസമാനനായ നേതാവായിരുന്നു. ഇപ്പൊ ആ മുഖ്യമന്ത്രിക്ക് ഇതിലെല്ലാം പങ്കുള്ളത് നേരിട്ട് അദ്ദേഹം ആരോപിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറി ഇടപെടട്ടെ, അന്വേഷണ സംഘത്തെ അവർ തീരുമാനിക്കട്ടെ. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല. ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതുസമൂഹത്തിലുണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെന്റിൽ നിന്ന് അധികാരത്തിൽ പുറത്തുപോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അൻവറിന് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകേണ്ട കാര്യമില്ല. അൻവർ ഇന്നലെ പറഞ്ഞത് ഞാൻ UDFന്റെ പക്ഷത്തല്ല, LDFന്റെ പക്ഷത്തല്ല, മധ്യത്തിലിരിക്കുമെന്ന. അദ്ദേഹം മധ്യത്തിലിരുന്നോട്ടെ. ഞങ്ങൾക്ക് അൻവറിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയ അഭയം ഇല്ല. UDF അദ്ദേഹത്തെ എന്തിനാണ് ഉൾക്കൊള്ളുന്നത്? അദ്ദേഹം UDF വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളോട് ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ UDFിലേക്ക് പോകുന്നു. ഇപ്പോഴും കോൺഗ്രസിനെതിരായി കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. ആ ജോലി അദ്ദേഹം നിർവഹിക്കട്ടെ. പുതിയ കാര്യമല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്.
ഇതുവരെയുള്ള സാക്ഷ്യം വഹിക്കുകയോ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾ ആ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഇത് പുറത്തു പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഞങ്ങൾ കണക്കിലെടുക്കും. അത്രയേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരാളുടെ വെളിപ്പെടുത്തലായി ഞങ്ങൾ അതിനെ കാണും. അല്ലാതെ അപ്പോഴല്ലേ LDF വിടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ, അപ്പൊ പറയാം. പക്ഷെ എന്തായാലും കോൺഗ്രസ് UDF-ന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിന്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു. ഞാനും നേരത്തെ പറഞ്ഞു. കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്ന എനിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ ബഹുമാനമാണ്. ശരിയായിരിക്കും. അദ്ദേഹത്തിന് ഗാന്ധി എന്ന പേരിനോടാണ് അലർജിയുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത്. അതെ, പൊളിറ്റിക്കലായിട്ടാണല്ലോ DNA പരിശോധിക്കാൻ പറഞ്ഞത്. അല്ലെന്ന് അദ്ദേഹത്തിന് മോട്ടിലാൽ നെഹ്റുവിനോടും ജവഹർലാൽ നെഹ്റുവിനോടും വിരോധമില്ലെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇത് മനസ്സിലായി. അല്ലല്ല, അതല്ലേ DNA പരിശോധിക്കാൻ പറഞ്ഞത്. ഇന്ദിര അല്ല, രാജ്യവുമായി നടക്കുന്നതിനാണ് അദ്ദേഹത്തിന് പരിഭവമുണ്ടായത്. അതുകൊണ്ടാണ് ആ പറഞ്ഞ കോൺടാക്ട് അതാണ്. ഞാൻ പറയട്ടെ, അപ്പോ ഫിറോസ് ഗാന്ധിയുടെ സജീവമായി അന്ന് ഈ BJP ഗവൺമെന്റിനെ എതിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് തറവാട്ടിൽപ്പെട്ട ആളായതുകൊണ്ട് എന്താ കാര്യം? അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസുകാരും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള അവരുടെ കുറ്റബോധത്തോടു കൂടിയുള്ള പശ്ചാത്താപമോ അതിനെ മാറ്റി അവര് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ശക്തമായ സമരം നടത്തി ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ശക്തിയുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനോടും മോഡി ഗവൺമെന്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിന്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. അതിന് ഞങ്ങൾക്ക് PV അൻവറിന്റെ ആവശ്യമില്ല.